ഇന്ന് ഞാനൊരു സ്ഥലത്ത് താമസിച്ച് ഫുഡ് അടിക്കാൻ വേണ്ടി പോന്നതാ. അതൊരു റിസോർട്ടോ, ഹോട്ടലോ ഒന്നുമല്ല. എന്നാലതൊരു ഹോട്ടലോ അല്ലെങ്കിൽ റിസോർട്ടോ പോലെ തന്നെ തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ രാവിലെ വീട്ടീന്നൊരു 9:45 ആകുമ്പോൾ 2 വെള്ളയപ്പം, മുട്ട റോസ്റ്റ്, ഒരു വിത്തൗട്ട് ചായയും കുടിച്ചിട്ട് വിട്ടതാണ്. ഇവിടെ ഏകദേശം ഒരു 1 മണിയാകുമ്പോൾ എത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പാടന്നെ നേരെ റൂമിലേക്ക് പോയിട്ട് ബാഗെല്ലാം ആടെ വെച്ചിട്ട് ഒന്ന് മുഖെല്ലാം കഴുകിയിട്ട് നേരെ ഇങ്ങ് താഴെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ഉച്ചയായതുകൊണ്ട് തന്നെ ഇവിടുന്ന് മിക്ക ആളുകളും ബിരിയാണിയാണ് കഴിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കൂടുതൽ പരീക്ഷണത്തിന് നിൽക്കാണ്ട് ഒരു സിംഗിൾ ബിരിയാണി ഓർഡർ ചെയ്തു. ഒരു സിംഗിൾ ഫിഷ് ബിരിയാണി. ചിക്കൻ ഭയങ്കര ചൂടായതുകൊണ്ടും പിന്നെ അമിതമായിട്ടുള്ള ചിക്കൻ കഴിപ്പ് ആരോഗ്യത്തിന് ഭയങ്കര മോശമാണ് എന്നെല്ലാം കേട്ടത് കൊണ്ട് കൂടിയാണ് ഉച്ചക്കൊരു ഫിഷ് ബിരിയാണി കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. ഈ മീനങ്ങനെ ഭയങ്കര ഫ്രഷ് ആയിട്ടൊന്നും തോന്നിയില്ലെങ്കിലും ആകെ മൊത്തത്തിൽ ആ ബിരിയാണീൻ്റെ മസാലയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ റൈസെല്ലാം കറക്റ്റായിട്ട് വെന്തിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ആ ബിരിയാണി റൈസും മസാലയും തമ്മിലുള്ള ആ ഒരു ഇരിപ്പ് വശമൊക്കെ നമ്മളെ ആ ഒരു ടേസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിലേനു. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അതേ രീതി തന്നെയാണ് കഴിച്ചത്. കുറച്ച് ബിരിയാണി റൈസും ലേശം മസാലയും അച്ചാറും സലാഡും ആ അയക്കൂറേൻ്റെ പീസ് എല്ലാം വെച്ചിട്ട്. ഉച്ചക്ക് അത്ര അങ്ങോട്ട് ഹെവി ആക്കണ്ടെന്നെല്ലാം വിചാരിച്ചിട്ടാണ് ഞാൻ ആ സിംഗിൾ ബിരിയാണി മാത്രം ഓർഡർ ചെയ്തത്. പക്ഷേ വിശപ്പ് മാറുന്നൊന്നുമില്ലപ്പം. അങ്ങനെ 2 അടിച്ച് സെറ്റാക്കിയിട്ടുള്ള ചൂട് പൊറോട്ട പറഞ്ഞു. ഒരു പൊറോട്ടേൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു പ്ലേറ്റ് ബീഫ് ഫ്രൈ പറഞ്ഞേ. എന്നിട്ട് ആ ബീഫ് പൊറോട്ടേൻ്റെ മേലേക്ക് അങ്ങോട്ട് തട്ടിയിട്ട് ആദ്യം ബീഫിൽ നിന്ന് ഒരു പീസ് മാത്രം എടുത്തിട്ട് കഴിച്ച് നോക്കി. അതിന് ശേഷം ആ ചൂട് പൊറോട്ടേൻ്റെ അറ്റത്തുനിന്ന് ഒരു കഷ്ണം ഇങ്ങോട്ട് കീറി എടുത്തിട്ട് ആ ബീഫ് ഉള്ളിയെല്ലാം കൂടെ ചേർത്ത് പിടിച്ചേ. ഊഫ് എൻ്റെ അമ്മോ! രണ്ടാമത്തെ പൊറോട്ടേൻ്റെ കൂടെ കഴിക്കാൻ എന്തായാലും ആ ബീഫ് എത്തൂലേനു. അത് തീരാനായിന്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു സിംഗിൾ മട്ടൻ്റെ കറി പറഞ്ഞു. എന്നിട്ട് പതുക്കെ ആ മട്ടൻ്റെ കറിയെല്ലാം പൊറോട്ടേൻ്റെ മേലെയാടെ ഒഴിച്ച്. ഭയങ്കര സോഫ്റ്റ് മട്ടണൊന്നും അല്ലെങ്കിലും അത്യാവശ്യം കുറച്ച് സോഫ്റ്റ് മട്ടൺ തന്നെയാണ് കേട്ടോ. കറിയിൽ നല്ലോണം കുതിർന്നിട്ടുള്ള പൊറോട്ടേൻ്റെ കൂടെ ഒരു കഷ്ണം മട്ടണെല്ലാം വെച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭൂതി ഉണ്ട്. ആഹാഹാഹാ! പൊറോട്ടയും ബിരിയാണിയെല്ലാം തിന്നിട്ട് ഭയങ്കര ദാഹം. അപ്പം അങ്ങനെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജ്യൂസും കുടിച്ച്, ഒരു വിത്തൗട്ട് പൈനാപ്പിൾ ജ്യൂസും കുടിച്ചേ. ഇനി ഇവിടുത്തെ എൻ്റെ റൂം കാണിച്ചു തരേ. ദാ ഇതാണ് എക്സിക്യൂട്ടീവ് സൂട്ട് കാറ്റഗറി റൂമായത്. ഇവിടെ ആദ്യമായിട്ട് താമസിക്കുന്ന ആളും ഞാനാ. 2 ടിവിയും ഒരു ഹാളും ഒരു ബെഡ്റൂമെല്ലാം ആയിട്ടുള്ള നല്ല അടിപൊളി പ്രീമിയം ക്ലാസ് റൂം. നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ റൂം ബുക്ക് ചെയ്യുന്നവർക്ക് ഒരു ചെറിയ സ്പെഷ്യൽ ഡിസ്കൗണ്ടും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ റൂമിനോട് ചേർന്നിട്ട് തന്നെ നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു ബാത്റൂം എല്ലാം ഉണ്ട്. ഇത് സംഭവം ഒരു പുതിയ റൂം ആയതുകൊണ്ട് തന്നെ ഓരോ സാധനത്തിനും ആ ഒരു പുതുമേൻ്റെ ആ ഒരു മണലുണ്ടല്ലോ, അതെല്ലാം ശരിക്കും നല്ലോണം ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം റൂമിൽ കിടന്നുറങ്ങിയ ശേഷം ഞാൻ വൈകുന്നേരം ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയേ. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ലീഫ് ലോവ് സൂപ്പർ മാർക്കറ്റ് അതാണ് ഇതിൻ്റെ പേര്. അത്യാവശ്യം നല്ല വലുതായിട്ടുള്ള നല്ല പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഡ്രൈ ഫ്രൂട്ട്സ് കൗണ്ടറും പിന്നെ ഫിഷിൻ്റെ ഒരു കൗണ്ടറും നട്ട്സും പിന്നെ കോസ്മെറ്റിക്സും അങ്ങനത്തെ എല്ലാ ഐറ്റംസും. പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പലചരക്ക് സാധനങ്ങൾ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലൊരു ബേക്കറി ഉണ്ട്. അവിടെ കേക്ക്സും പപ്സും പിന്നെ ബിസ്ക്കറ്റും എല്ലാം ഉണ്ട്. ഞാനൊരു മുട്ട പപ്സ് കഴിച്ചിന്. എന്നാ മോനെ ടേസ്റ്റ് നല്ല ചൂട് ഫ്ലേക്കി ആയിട്ടുള്ള മുട്ട പപ്സ് ആയിരുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലിയൊരു കോംപ്ലക്സാണ്. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഒരു ഗെയിമിംഗ് സെൻറ്റർ ഉണ്ട്, ഒരു ബേക്കറി ഉണ്ട്, പിന്നെ നോർമൽ മുതൽ നല്ല സൂപ്പർ എക്സിക്യൂട്ടീവ് റൂംസ് വരെ ഉണ്ട്. ഈ കോംപ്ലക്സിൻ്റെ പേരെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പം സമയം ഏകദേശം വൈകുന്നേരം ഒരു 6:30 7 മണി ആയിട്ടുണ്ടാവേ. ഇവരെ താഴത്തെ റെസ്റ്റോറൻറ്റിൽ ഈ ടൈമിൽ നല്ല ഷവായ കിട്ടും പോലും. അപ്പോൾ അങ്ങനെ ഒരു ഷവായ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം താഴെ ഇങ്ങ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ കിട്ടുന്ന പോലത്തെ ഒരു മസാല ഷവായി ഇങ്ങക്ക് മലബാർ ഏരിയയിൽ എവിടെയും കിട്ടൂലാന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ മുതലാളി എന്നോട് പറയാതെ പറയാൻ ശ്രമിച്ചത് എന്നാണ് എനക്ക് മനസ്സിലായത്. അപ്പോൾ ഒന്ന് കഴിച്ച് പോയി കളയാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഫുൾ മസാല ഷവായ ഓർഡർ ചെയ്തു. ഈ ഷവായ ഇങ്ങനെ പ്ലേറ്റിലേക്ക് വെച്ച ശേഷം ഇതിൻ്റെ മേലെ ഇങ്ങനെ മസാലയാക്കിയിട്ടുള്ള ഉള്ളി തേച്ച് പിടിപ്പിക്കുവേ. അതാണ് ഇവിടുത്തെ ഡിഫറൻറ്റ് സ്റ്റൈലിലുള്ള മസാല ഷവായ. ഇതിൻ്റെ കൂടെ എല്ലാവരും കൊടുക്കുന്ന പോലെ തന്നെ ഇവരും കൊടുക്കുന്നുണ്ട് 4 കുബൂസ്. പിന്നെ അത് മുക്കി തിന്നാനായിട്ട് മിൻറ്റ് ചട്നിയുണ്ട്, മയോണൈസുണ്ട്. എല്ലാ പ്രാവശ്യവും ഞാൻ ചെസ്റ്റ് പീസ് കഴിച്ച് തുടങ്ങാറ്. ഇവിടുന്ന് പക്ഷേ ലെഗ് പീസിലാണ് തുടങ്ങിയത്. ചിക്കൻ്റെ തൊലിയോട് കൂടിയിട്ട് ഒരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് കഴിച്ച് നോക്കിയ ശേഷം പിന്നെ പതുക്കെ ദാ ഈ ചെസ്റ്റ് പീസിൽ കൈവച്ച്, എന്നിട്ട് ആ പീസ് മെല്ലെ ഇങ്ങോട്ട് എടുത്ത ശേഷം അത് പതുക്കെ ഈ മയോണൈസിലും ഈ മിൻറ്റ് ചട്നിയിലും മുക്കിയിട്ട് കണ്ണ് പൂട്ടിയിട്ട് കഴിച്ച് നോക്കിയേ. ഭയങ്കര ടേസ്റ്റുള്ള, ഒരിക്കൽ കഴിച്ചാൽ പിന്നെയും കഴിക്കാൻ തോന്നിപ്പിക്കുന്ന പോലത്തെ ഒരു ഫ്ലേവറുള്ള പോലെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ ചിക്കൻ കുറച്ച് നല്ല മുസ്തേനും കേട്ടോ, കുറച്ചൊരു ഹാർഡേനു. പിന്നെ ഷെഫ് സ്പെഷ്യലായിട്ട് പപ്പടം ബേസ് വെച്ചിട്ട് ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു വെജിറ്റബിൾ പിzzയും കഴിച്ചിട്ട് ഒരു വിത്തൗട്ട് ബത്തക്ക ജ്യൂസ് കുടിച്ച്. ഇതാണ് ഞാൻ ആ പറഞ്ഞ കോംപ്ലക്സ് കേട്ടോ. ഇതിൻ്റെ പേര് ടൗൺ സ്ക്വയർ എന്നാണ്. ഇതിൻ്റെ മേൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. താഴെ സൂപ്പർ മാർക്കറ്റും ലെഫ്റ്റ് സൈഡിലെ റെസ്റ്റോറൻറ്റും
പിന്നെ ബേക്കറിയും ഗെയിമിംഗ് സെൻറ്ററും എല്ലാം ഉണ്ട്. ഈ നാട്ടിലെ തന്നെ മിക്കവാറും ഏറ്റവും വലിയ ബിൽഡിങ്ങും ഏറ്റവും അടിപൊളി ബിൽഡിങ്ങും ആയിരിക്കും കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ താഴേന്ന് ഷവായെല്ലാം കഴിച്ചിട്ട് പിന്നെ ഒന്ന് റൂമിൽ പോയി പ്രാഥമിക കാര്യങ്ങളെല്ലാം ഒന്ന് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായ ശേഷം ഡിന്നർ കഴിക്കാൻ താഴേക്ക് വന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഇവിടുന്ന് ഫിഷ് ബിരിയാണിയല്ലേ കഴിച്ചത്. അതുകൊണ്ട് രാത്രി ചിക്കൻ ബിരിയാണി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു സിംഗിൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് ലെഗ് പീസ് വേണ്ടാന്ന് എടുത്ത് പറഞ്ഞേ. ദം ബിരിയാണിയല്ല, മറ്റേ ചിക്കൻ പകുതി ഫ്രൈ ആയിട്ട് ബിരിയാണി റൈസിൻ്റെ കൂടെ മസാലയെല്ലാം സെറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യുന്ന ബിരിയാണിയില്ലേ, ആ ഒരു ടൈപ്പ് ബിരിയാണി ആയിരുന്നിത്. അത് മനസ്സിൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ട് ഈ ഒരു സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മസാലേൻ്റെ ആ ഒരു ഫ്ലേവറെല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഇവിടുത്തെ ഷെഫ് എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള മൂപ്പരെ ഒരു സ്പെഷ്യൽ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു ഫിഷ് ഫ്രൈ, ഒരു ഫിഷ് തവ ഫ്രൈ. ആലപ്പുഴ ഹൗസ് ബോട്ടിലെല്ലാം സെർവ് ചെയ്യുന്ന ഫിഷ് ഫ്രൈ ഇല്ലേ, അല്ലെങ്കിൽ കരിമീൻ പൊള്ളിച്ചതില്ലേ, അതിനെല്ലാം വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് മസാലയാണിത്. അടിപൊളിയായിരുന്നു. ആ മീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഫിഷ് ഫ്രൈയും ബിരിയാണിയെല്ലാം കൂട്ടി കുഴച്ച് കഴിച്ചതിന് ശേഷം പിന്നെ ഓർഡർ ചെയ്തത്, അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് കഴിച്ചത് ഒരു ആട്ട പൊറോട്ട വിത്ത് ഒരു നോർമൽ അൽഫാമിൻ്റെ ചെസ്റ്റ് പീസാ. പിന്നെ അത് രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് മുക്കി കഴിക്കാനായിട്ട് ഒരു ചിക്കൻ്റെ ഗ്രേവിയും പറഞ്ഞേ. ആദ്യം ആട്ട പൊറോട്ടേനെ കുറിച്ച് പറയാം. നല്ല അടിച്ച് സെറ്റാക്കിയിട്ടില്ല, നല്ല പൊറോട്ടയാണ്. പിന്നെ അൽഫാം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കുക്കായതിന് ഓവറായിട്ട് കരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മസാല കുറച്ചും കൂടെ അങ്ങ് ഉള്ളിലേക്ക് എത്തണേനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പിന്നെ ഒരു വിത്തൗട്ട് മുസമ്പി ജ്യൂസും കുടിച്ചിട്ട് നേരെ റൂമിലേക്ക് പോയി. അതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ മാനേജർ പറഞ്ഞ് ബാക്കിയുള്ള 2 റൂംസും കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ, അതായത് വേറെ കാറ്റഗറിയിലുള്ള 2 റൂംസാണ് നിങ്ങളിപ്പം കണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കണ്ട് എന്നിട്ട് നേരെ റൂമിൽ പോയിട്ട് കുറച്ച് നേരം ആടുത്തിരി വെച്ച് എന്നിട്ട് പല്ലെല്ലാം തേച്ചിട്ട് പോയി കിടന്നുറങ്ങി. രാവിലെ ഒരു 8:45 9 മണിയാകുമ്പോൾ എണീച്ചിട്ട് താഴെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നത്. ആ സമയത്ത് തന്നെ നല്ല ചൂട് പുതിന വടയും പഴംപൊരിയെല്ലാം റെഡി ആയിന്. ഞാൻ പിന്നെ അതൊന്നും കഴിച്ചില്ല. ഒരു ചൂട് വിത്തൗട്ട് ചായ കുടിച്ചിട്ട് തുടങ്ങി. എന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് പൊറോട്ടയുണ്ട്, ബാജിയുണ്ട്, പിന്നെ മട്ടൺ പറഞ്ഞിട്ടുണ്ട്, അയില മുളകിട്ടത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു ഇടിയപ്പം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ചൂട് പൊറോട്ടേൻ്റെ മേലേക്ക് അയില മുളകിട്ടതിനെ പതുക്കെ അങ്ങോട്ട് വെച്ചേ. എന്നിട്ട് പൊറോട്ടേൻ്റെ അറ്റത്തുനിന്ന് ഒരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ എന്നും കഴിക്കുന്ന പോലെ തന്നെ ആ അയിലേൻ്റെ കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് കുറച്ച് ആ മുളകിട്ടയിൽ മുക്കിയിട്ട് കഴിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ മുളകിട്ട. കുറച്ച് എരിവെല്ലാം ആയിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നിപ്പിക്കുന്ന ആ ഒരു ടൈപ്പ് ഫ്ലേവറില്ലേ, അങ്ങനത്തെ ഒരു ഫ്ലേവറായിരുന്നു. പിന്നെ ആ മട്ടൻ്റെ പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് ഇടിയപ്പത്തിൻ്റെ ഏകദേശം സൈഡിലാണ് വെച്ച്. എന്നിട്ട് കുറച്ചും കൂടെ കറി അതിൻ്റെ മേലേക്ക് ഒഴിച്ച്. രാവിലെ തന്നെ ചായേൻ്റെ കൂടെ നല്ല ചൂട് ഇടിയപ്പവും നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ള മട്ടൻ കറിയും അടിപൊളിയായിരുന്നു കേട്ടോ. മട്ടൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പതുക്കെ കഴിച്ച് കുറച്ച് നേരം അടി അങ്ങനെ ഇരുന്നിട്ട് ഇവരെ സൂപ്പർ മാർക്കറ്റ് പോയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഈ സ്പോട്ട് എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞുതരാം. കണ്ണൂർ പേരാവൂരിനടുത്ത് തുണ്ടിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഈ ടൗൺ സ്ക്വയർ ഇവിടെയാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ ഇവിടെയാണ് ആ റൂംസും സൂപ്പർ മാർക്കറ്റും റെസ്റ്റോറൻറ്റും ബേക്കറിയും ഗെയിമിംഗ് സെൻറ്ററും എല്ലാം ഉള്ളത് കേട്ടോ. സ്റ്റേ ഒന്നും പറയാനേ ഇല്ല കേട്ടോ. അടിപൊളിയായിരുന്നു. ഈ ഒരു നാട്ടിലാണോ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു സംഭവം എന്ന് വരെ ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ ശരി.